ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു. അതിനുശേഷം മോഹൻ ഭാഗവത് പറഞ്ഞത് അറിയോ, ഇനി നമ്മൾ പോകുന്നത് മഥുരയിലേക്കും കാശിയിലേക്കുമാണ്, അത് രണ്ടും ഞങ്ങളുടെ അവകാശമാണ്, അത് കിട്ടിയ ഇനി ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അപ്പോൾ അടുത്ത ലക്ഷ്യമായി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനായി ചെലവിട്ട കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര മനുഷ്യൻ്റെ പ്രതിസന്ധി പരിഹരിക്കാമായിരുന്നു, എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാമായിരുന്നു, എത്ര പേരുടെ ദാരിദ്ര്യം അകറ്റാമായിരുന്നു, വീടില്ലാതെ തെരുവ് കിടക്കുന്ന എത്ര പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാമായിരുന്നു. ഇനി അടുത്ത ലക്ഷ്യമായിട്ട് ഈ മധുരയിലും കാശിയിലുമൊക്കെ പോകുമ്പോൾ ചിലവാക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ, ഈ അമ്പലം പണിയിലും അതുപോലുള്ള ഇത്തരത്തിൽ ഈ മറ്റേ ഹിന്ദു വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ഹിന്ദു വർഗീയത ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയമല്ലാതെ കഴിഞ്ഞ 11 വർഷം ഇന്ത്യ എന്താണ് കണ്ടിട്ടുള്ളത്? ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. ഏത് തെരഞ്ഞെടുപ്പായാലും ആകെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഒരു തനിയാവർത്തനം ഇപ്പോൾ കേരളത്തിലും നടപ്പാക്കുന്നു. കേരളത്തിലെ പരിപാടികളിലേക്ക് ഇത് മാറ്റുന്നു. തന്ത്രപരമായി ഇത്തരം പരിപാടികളിലൊക്കെ തന്നെ RSSൻ്റെ ഗണഗീതവും RSSൻ്റെ ആശയങ്ങളും ഒക്കെ തന്നെ വലിച്ചിഴച്ച് കൊണ്ടുവന്നുകൊണ്ട് അതിനെ വലിയൊരു സംഭവമായി വലിയൊരു ബിംബമായി ഉയർത്തി കാണിക്കുന്നു. അതിന് പാവപ്പെട്ട ഇതൊന്നും അറിയാത്ത, ഇതിൻ്റെ ഒരു രാഷ്ട്രീയം അറിയാത്ത, ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചതി അറിയാത്ത വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ഇരയാക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാ സംവിധാനങ്ങളും അവർക്കൊപ്പമാണ്, എല്ലാ സംവിധാനങ്ങളും അവർക്കൊപ്പം നിൽക്കുന്നു. ഇത് മതേതര ഗാനമാണ്, ഇത് ദേശഭക്തി ഗാനമാണ് എന്നൊക്കെ പറയും. നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ വന്ദേമാതരം പ്രധാനമന്ത്രി വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ നേരത്തെ എന്തുകൊണ്ടാണ് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയത് വന്ദേമാതരത്തിൽ നിന്ന്? അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന പൂർണ്ണ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപം എന്നത്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വന്ദേമാതരത്തിലെ ഹിന്ദു ദേവതയെ ആരാധിക്കുന്ന ആ ഒരു സങ്കല്പമുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ 2 വരികൾ മാത്രം വന്ദേമാതരത്തിൻ്റെ ഭാഗമായി എടുത്തത്. ജനഗണമന ദേശീയ ഗാനമാക്കുന്നത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സന്ദേശം നൽകുന്നതായിരുന്നില്ല വന്ദേമാതരം. അതുകൊണ്ടാണ് അന്ന് അത് ഒഴിവാക്കാനുള്ള, ആ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തത്. പിന്നീട് ഇപ്പോൾ കാണുന്നത് എന്താ, ആ വന്ദേമാതരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വായിച്ചുകൊണ്ട് ആലപിച്ചുകൊണ്ട് ആ ഭാഗം വെട്ടിമാറ്റിക്കൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ വഞ്ചിച്ചു, ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയുടെ സംസ്കാരം എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യേണ്ട, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യേണ്ട, ഇന്ത്യയിലെ കാർഷിക രംഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യേണ്ട. നിങ്ങളെല്ലാവരും ചർച്ച ചെയ്താൽ മതി ഹിന്ദുത്വം, ഭാരതാംബ, ഭാരതമാത, ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മളെങ്ങനെ മുന്നോട്ട് പോവുക. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്.